എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ ഒരു അടിപൊളി നെയ് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഇപ്പോൾ ഈ അരവണ പായസമൊക്കെ പോലത്തൊരു നെയ് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇത് ഉണക്കല്ലരിയാണ് കേട്ടോ. ഉണക്കല്ലരി നമുക്കൊരു 250 ഗ്രാം എടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര 1 കിലോ എടുത്തിട്ടുണ്ട്. നാളികേരക്കൊത്ത് ഒരു അരമുറി തേങ്ങയുടെ നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 50 ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൽക്കണ്ട എടുത്തിട്ടുണ്ട്. ഏലക്കായ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കല്ലിൽ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. ഇതിലേക്കൊരു 3.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ കത്തിക്കാം നമുക്ക്. കഴുകിയ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്തെ അടുപ്പിൽ നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. അരിയിലത്തെ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര കുറച്ചും കൂടി ഉരുകാണ്ട്. അരിപ്പോൾ ഏകദേശം ആയിട്ടും തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അത് ശരിക്കും വേവായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം. അരിച്ചിട്ട് വയ്ക്കാം. അരി ശരിക്കും നന്നായിട്ട് വെന്തതിന് ശേഷം ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അരി ശരിക്കും വേവില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേ ആ വറക്കാളം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം മുന്തിരി വറുത്തെടുക്കാം കേട്ടോ. മുന്തിരി വറവായിട്ട് അത് നമുക്ക് കോരിയെടുക്കാം. നാളികേരക്കൊത്ത് പുറത്തെടുക്കാം. പായസം അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടാ. നാളികേരക്കൊത്ത് കുറവായിട്ട് അത് നമുക്ക് കോരിയെടുക്കാം. പായസം ഒന്ന് ടൈറ്റായി തുടങ്ങി കേട്ടോ. ഇതിലേക്ക് നമുക്ക് അതിൻ്റെ പകുതി നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിടുന്നു കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പായസം ടൈറ്റായി തുടങ്ങിയിട്ടാ. ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യില്ലാണ്ടൊരു കളിയില്ല. നെയ്യ് വേണമെങ്കിൽ ഇതിനായിട്ട് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൽക്കണ്ടം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസം നല്ല ടൈറ്റ് ആയിട്ടാ. പായസം നമുക്ക് ഇത്ര പാകം മതിയിട്ടാ. ഇനി അത് ടൈറ്റ് ആയോളും. നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക കൊച്ചു പിള്ളേർക്ക് കേട്ടോ. ഈ പായസം കഴിക്കാനായിട്ട് അപ്പൂസും മാതും തയ്യാറായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൂസിനും മാധുവിനും ആദ്യം കൊടുക്കാം. അപ്പോൾ ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.